നമസ്കാരം. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല പലതുകൊണ്ടും രാജ്യത്തിനും ലോകത്തിനും മാതൃകയാണ്. നമ്മുടെ പാഠ്യപദ്ധതിയാവട്ടെ, പാഠ്യേതര പ്രവർത്തനങ്ങളാവട്ടെ, നമ്മുടെ പുതിയ പാഠപുസ്തകങ്ങളാവട്ടെ, അതുപോലെ തന്നെ പുതിയ ജ്ഞാനനിർമ്മിതി കാലഘട്ടത്തെ അഭിമുഖീകരിക്കുന്നതിന് കുട്ടികളെ പ്രാപ്തമാക്കുന്നതിനായി റോബോട്ടിക് വിദ്യാഭ്യാസം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങി സർവ്വതലസ്പർശിയായ ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് കേരളത്തിൽ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അക്കാദമിക് ഗുണമേന്മയും അക്കാദമിക് ഇതര ഗുണമേന്മയും ലോകം വളരെ വിസ്മയത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പം നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന LP UP വിദ്യാർത്ഥികളുടെ എക്കാലത്തെയും വലിയ ആഗ്രഹങ്ങളിലൊന്നായ LSS USS സ്കോളർഷിപ്പിൽ സമഗ്രമായ മാറ്റം നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ പേര് മാറുന്നു. പേര് CM കിഡ്സ് സ്കോളർഷിപ്പ് LP, CM കിഡ്സ് സ്കോളർഷിപ്പ് UP എന്നിങ്ങനെ ആക്കി മാറ്റുന്നു. പേരിൽ മാത്രമല്ല, അതിൻ്റെ അക്കാദമികമായ ഉള്ളടക്കത്തിൽ മാറ്റം വരുന്നു, പരീക്ഷാ രീതിയിൽ മാറ്റം വരുന്നു, മൂല്യനിർണ്ണയ രീതിയിൽ മാറ്റം വരുന്നു. ഈ വരുന്ന ഫെബ്രുവരി 26 നടക്കുന്ന പരീക്ഷ മുതലാണ് ഈ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടി SCERT റിസർച്ച് ഓഫീസറും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ രാജേഷ് S. വള്ളിക്കോട് നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ പുതിയ പാഠ്യപദ്ധതി രൂപീകരണത്തിലും പാഠപുസ്തക രൂപീകരണത്തിലും വളരെ സജീവമായ പങ്കുവഹിച്ച ഒരു വിദ്യാഭ്യാസ പണ്ഡിതൻ കൂടിയാണ് അദ്ദേഹം. നമസ്കാരം സർ. നമസ്കാരം സർ. എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ തവണ ഇപ്പം LPയിലാവട്ടെ UPയിലാവട്ടെ CM കിഡ്സ് സ്കോളർഷിപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്? ഒന്ന് വിശദമാക്കാമോ? സ്കോളർഷിപ്പിൻ്റെ പ്രധാനമായും LSS സ്കോളർഷിപ്പിൻ്റെ CM കിഡ്സ് LSS എന്ന് പറയുന്ന അല്ലെങ്കിൽ LP എന്ന് പറയുന്ന സ്കോളർഷിപ്പ് പരീക്ഷയിലാണ് ഒരു സമഗ്രമായ മാറ്റം ഉണ്ടായിരിക്കുന്നത്. അത് മുമ്പ് ഒരു വിവരണാത്മക പരീക്ഷയുടെ ഉൾപ്പെടുത്തിയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയുള്ള ഒരു പരീക്ഷയായിരുന്നെങ്കിൽ ഇപ്പോൾ പരീക്ഷ മുമ്പ് 2 ഭാഗമായിരുന്നു. ആ 2 ഭാഗമായിരുന്ന പരീക്ഷ ഇപ്പോൾ ആദ്യത്തെ 2 മണിക്കൂർ കുട്ടികൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷ മാത്രമാണുള്ളത്. ഉച്ചയ്ക്ക് ശേഷം മുൻ വർഷങ്ങളിലെ പോലെ പ്രവർത്തനാധിഷ്ഠിതമായ പരീക്ഷയുമുണ്ട്. എന്തിനാണ് ഇങ്ങനെ MCQ ചോദ്യങ്ങളിലേക്ക് കുട്ടികളെ മാറ്റിയത് എന്നുള്ളതാണ്. ഈ CM കിഡ്സിലേക്ക് മാറ്റിയപ്പോൾ ഈ പരീക്ഷ കുട്ടികൾക്ക് മറ്റ് പല ഈ മത്സര പരീക്ഷകൾ എഴുതാനുള്ള ഫലത്തിലൊരു പരിശീലനമായി മാറുകയാണ്. നമ്മുടെ മുമ്പുള്ള എല്ലാ ഇത്തരം MCQ ചോദ്യങ്ങളെല്ലാം തന്നെ പരീക്ഷ എഴുതുന്ന ആളുകളുടെ ഓർമ്മയെ മാത്രമാണ് പരിശോധിക്കുന്നത്. ആ ഓർമ്മ പരിശോധനയ്ക്കപ്പുറം ഇന്ന് ഈ പാഠ്യപദ്ധതി മാറിയപ്പോൾ ആ മാറ്റത്തിൻ്റെ ഭാഗമായി നമ്മൾ 5 വിഷയങ്ങളിലായി 50 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷ പുതിയ ചോദ്യ പാറ്റേണിൽ ഉൾപ്പെടുത്തിയാണ് LSSൻ്റെ 1ാം ഘട്ടം നടക്കുന്നത്. ബാക്കി ഉച്ചയ്ക്ക് ശേഷം 30 മാർക്കിൻ്റെ പരീക്ഷ നടക്കും. ആ പരീക്ഷയിൽ മലയാളത്തിനും ഗണിതത്തിനും ഈ 2 പ്രവർത്തനവും 10 മാർക്ക് വീതവും, പരിസര പഠനത്തിനും ഇംഗ്ലീഷിനും 5 മാർക്ക് വീതം, അങ്ങനെ 30 മാർക്ക്, അങ്ങനെ 80 മാർക്കിലാണ് LSS പരീക്ഷ പുനഃസംഘടിപ്പിച്ചിരിക്കുന്നത്. സാർ, ഇതിപ്പോൾ LSSൻ്റെ കാര്യം, USSൽ വന്ന മാറ്റം എന്താണ്? അതായത് ഈ CM കിഡ്സ് UP അതിൽ വന്ന മാറ്റം എന്താണ്? UPയുടെ പരീക്ഷാഘടനയിൽ കാര്യമായ മാറ്റങ്ങളില്ല. പരീക്ഷാഘടന അതുപോലെ നിലനിൽക്കുകയാണ്. പക്ഷേ ചോദ്യപേപ്പറിൻ്റെ കാര്യത്തിലാണ് ചോദ്യങ്ങളുടെ രീതിയിൽ മാറ്റം വന്നു. അത് പാഠ്യപദ്ധതി മാറിയതിനനുസരിച്ച് നമ്മൾ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ ടേം പരീക്ഷകളിലെല്ലാം ഉൾപ്പെടുത്തിയിരുന്നു. കുട്ടികൾ വളരെ അനായാസമായി ആ ചോദ്യങ്ങൾ കൈകാര്യം ചെയ്ത് വ്യത്യസ്തമായിട്ട്, എന്നാൽ നമ്മൾ പലപ്പോഴും ഓർമ്മ പരിശോധനയാണ് പഠനം എന്ന നിലയിലാണ് പലപ്പോഴും അതിനെ നോക്കിക്കാണുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികൾ നേടിയ അറിവ് എത്രമാത്രം പ്രയോഗിക്കുന്നുണ്ട്, കുട്ടികൾക്ക് ഗണിതപരമായി ചിന്തിക്കാൻ എത്രമാത്രം കഴിയുന്നുണ്ട്, കുട്ടികൾക്ക് വിമർശനാത്മകമായി ചിന്തിക്കാൻ എത്രമാത്രം കഴിയുന്നു, ഇങ്ങനെ വ്യത്യസ്തമായി കുട്ടിയുടെ മനസ്സിൽ നടക്കുന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഉത്തരം കണ്ടെത്താവുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയിൽ LSSലും USSലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് ഒരു പ്രധാനമായ മാറ്റം. ഈ മാറ്റം പിന്നീടുള്ള കുട്ടികളുടെ എല്ലാത്തരം പരീക്ഷകളെയും ഗുണപരമായി സ്വാധീനിക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ പരീക്ഷയുടെ എല്ലാ കാലത്തും പറയുന്നൊരു വലിയൊരു പരിമിതി കാണാപ്പാഠം പഠിച്ച് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഒരു നിരന്തര മൂല്യനിർണ്ണയം ഒക്കെ ഇപ്പോഴാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് ഇത് പോകണം. അതായത് പുതിയ പാഠ്യപദ്ധതി നമ്മൾ കൊണ്ടുവന്നു, പാഠപുസ്തകം കൊണ്ടുവന്നു. ഇപ്പോൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പാഠ്യപദ്ധതിയും പാഠപുസ്തകവും ഈ അധ്യയന വർഷത്തോട് മാറി. ഇപ്പോൾ ഹയർ സെക്കൻഡറിയിൽ അതിനുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ആ പാഠ്യപദ്ധതിയുടെ ഉൾച്ചേർക്കുന്ന രീതിയിലേക്കുള്ള ഒരു പരീക്ഷാ രീതിയാണോ കൊണ്ടുവന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മൾ പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്നത് കുട്ടിക്ക് തൻ്റെ വ്യത്യസ്തമായ കഴിവുകളെ ഉപയോഗപ്പെടുത്തി ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന ചോദ്യങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടുത്തണമെന്നാണ്. വെച്ചാൽ പരീക്ഷ കുട്ടി ഓർമ്മിച്ചെഴുതുവാൻ ഇനിയുള്ള കുട്ടിയുടെ ജീവിതത്തിലുടനീളം കുട്ടിക്ക് അറിവിനെ പ്രയോഗിക്കാൻ കഴിയുന്നവനാകണം. ലഭ്യമായ അറിവിനെ അവന് സാംശീകരിച്ചുകൊണ്ട് അതിനെ സമ്മറൈസ് ചെയ്യാൻ കഴിയുന്ന ആളായിരിക്കണം. അങ്ങനെ വ്യത്യസ്തമായ കഴിവുകൾ, മാനസികമായ കഴിവുകളാണ് കുട്ടികൾക്കുണ്ടാകുന്നത്. ഈ കഴിവുകൾ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ചോദ്യം ഉണ്ടാക്കി. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, മുമ്പ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ആ ഒരു ഓർമ്മയിൽ നിന്ന് കിട്ടും. ഇന്ന് അതേ ചോദ്യം ആ ഭാഗവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചാൽ ഒരുപക്ഷെ കേരള കലാമണ്ഡലത്തിൻ്റെ 4 സവിശേഷതകളായിരിക്കും പറയുന്നത്. 4 സവിശേഷതകൾ പറഞ്ഞിട്ട് ഈ സവിശേഷതകൾ പ്രസ്താവനകളിൽ ഏതാണ് കേരള കലാമണ്ഡലവുമായി യോജിച്ചത്, അതിൽ 1 2 കാണും, ചിലപ്പോൾ 3 കാണും. അപ്പോൾ കുട്ടിക്ക് ചോദ്യം വായിക്കാനും ചിന്തിക്കുവാനും കൂടുതൽ സമയം ആവശ്യമായി വരുന്നൊരു പരീക്ഷയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ പഠനത്തിൻ്റെ രീതി തന്നെ മാറും. ഇപ്പോൾ കാണാപ്പാഠം പഠിക്കുന്ന ഒരു പരീക്ഷയാണെങ്കിൽ കുട്ടികൾ കാണാതെ പഠിച്ചുകൊണ്ടേയിരിക്കും. മറിച്ച് ലഭ്യമായ വസ്തുതകളെ വിശകലനം ചെയ്യാനും സ്വയം ചോദ്യം ചോദിക്കാനും വിമർശനാത്മകമായി ചിന്തിക്കാനും സർഗാത്മകമായി ചിന്തിക്കാനും അതോടൊപ്പം നമ്മൾക്ക് ഈ പഠനത്തിൻ്റെ ഭാഗമായി കുട്ടി നേടിയിട്ടുള്ള മൂല്യങ്ങൾ, മനോഭാവങ്ങൾ എന്നിവയൊക്കെ പരിശോധിക്കുന്ന വിധത്തിലുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്താൻ ഉള്ള നിർദ്ദേശം SCERT നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ മൂല്യനിർണ്ണയത്തിൽ എന്ത് മാറ്റം, പ്രത്യേകിച്ചും ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കിലൊക്കെ എന്തോ മാറ്റം വരുന്നതാണല്ലോ പറയുന്നത്, അതെങ്ങനെയാണ്? അത് സർക്കാർ പരീക്ഷാ ബോർഡ് തീരുമാനിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് വ്യത്യസ്തമായ കാരണങ്ങളുണ്ടെന്ന് വെച്ചാൽ ഓരോ വർഷം നിശ്ചിത പെർസെൻറ്റേജാണ് പറഞ്ഞിരുന്നത്. ആ പെർസെൻറ്റേജ് പറഞ്ഞാൽ ഇപ്പോൾ 80% മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് എല്ലാ LSS എന്ന് പറഞ്ഞാൽ ചില വർഷം കുട്ടികളുടെ എണ്ണം വളരെ കൂടും, ചില വർഷം കുട്ടികളുടെ എണ്ണം കുറയും. അപ്പോൾ ആ വർഷത്തെ പരീക്ഷയുടെ പൊതു സ്വഭാവം അനുസരിച്ചുകൊണ്ട് അതാത് വർഷത്തെ പരീക്ഷാ ബോർഡ് ഇത്ര ശതമാനം വരെ മാർക്ക് കിട്ടിയവർക്ക് സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് അർഹതയുണ്ട് എന്ന് നിശ്ചയിക്കാമെന്നാണ് പരീക്ഷാ ഭവൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ LSS നേരത്തെ ഉണ്ടായിരുന്ന LSS ആയാലും USS ആയാലും അത് നേടിയ കുട്ടികൾക്ക് ഒന്ന് ആകർഷകമായ 2 കാര്യങ്ങൾ. ഒന്ന്, അവർക്ക് സ്കോളർഷിപ്പ് തുക കൊടുക്കുന്നുണ്ട്. രണ്ടാമത്, ഗിഫ്റ്റഡ് കുട്ടികൾക്ക് തുടർ പഠനത്തിനും അതുപോലെ തന്നെ വിദഗ്ധരുമായുള്ള അഭിമുഖത്തിന്, യാത്രകൾ, ഇങ്ങനെ വളരെ സവിശേഷമായ ആകർഷകമായ കുറേ പദ്ധതി അത് പുതുതായിട്ട് തുടരുന്നുണ്ടോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇപ്പോൾ അതിൽ മാറ്റം പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ മുമ്പ് പ്രതിഭാധനരായ കുട്ടികൾക്ക് നമ്മുടെ മുമ്പത്തെ USS അഥവാ ഇന്നത്തെ CM കിഡ്സ് സ്കോളർഷിപ്പിൽ പ്രതിഭാധനരായ കുട്ടികളെ വിദ്യാഭ്യാസ ജില്ലയിൽ കണ്ടെത്തി അവരെ പരിപോഷിപ്പിക്കുന്നതിനാവശ്യമായ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പഠന പിന്തുണ ആവശ്യപ്പെടുന്ന കുട്ടികൾക്ക് നമ്മൾ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തും. പക്ഷേ ക്ലാസ് മുറിയിലെ ഈ വലിയ മിടുക്കരായ കുട്ടികളെ അംഗീകരിക്കുന്ന പ്രവർത്തനങ്ങൾ കുറവാണ്. അപ്പോൾ അത് കണ്ടെത്തിക്കൊണ്ടാണ് ഇത്തരം പരീക്ഷകൾ തന്നെ വന്നത്. അപ്പോൾ അങ്ങനെ ആ കുട്ടികൾക്ക് പ്രതിഭാധനരായ കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ വിദ്യാഭ്യാസ ജില്ലാടിസ്ഥാനത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം പൊതുവിദ്യാഭ്യാസ വകുപ്പ് LP തലത്തിലും ഈ LSS കിട്ടിയ അർഹരായ ഒരു 10 കുട്ടികളെ വീതം ഒരു സബ് ജില്ലയിൽ തിരഞ്ഞെടുത്തുകൊണ്ട് ഇതേപോലെ CM കിഡ്സ് LP വിഭാഗത്തിൽ വിജയിക്കുന്ന കുട്ടികൾക്ക് ഈ വർഷവും അത്തരം പരിപാടികൾ തുടർച്ചയായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തും. ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മുടെ കുട്ടികളെ ഒരുക്കുന്നതിൽ അധ്യാപകർക്ക് വലിയ പങ്കുണ്ട്. പ്രത്യേകിച്ചും ഇത്തരം സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് പ്രത്യേക ക്ലാസ്സുകൾ നൽകുന്നു. ചില സമയങ്ങളിൽ ഉച്ചയ്ക്ക് വൈകിട്ട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 1 മണിക്കൂർ അഡീഷണൽ ക്ലാസ് എടുക്കുന്നു. അവർക്ക് ചായ ഉൾപ്പെടെയുള്ളത് കൊടുത്തുകൊണ്ട് അധ്യാപകരെ അവർ ചേർത്ത് നിർത്തിയാണ് നന്നായിട്ടാണ് അവർ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അധ്യാപകർ ആ പഠിപ്പിക്കുമ്പം അവർക്ക് പഠന പിന്തുണ നൽകുമ്പം അതിന് ഒരു രീതി അനുവർത്തിച്ച് പോകുന്നുണ്ട് ഇതുവരെ, ഒരു ശൈലി. അപ്പോൾ അതിലും ഇപ്പം നമ്മുടെ പരീക്ഷാ രീതി മാറുന്നു, ചോദ്യപേപ്പർ മാറുന്നു, അതിൻ്റെ ഉള്ളടക്കം മാറുന്നു, മൂല്യനിർണ്ണയ രീതി മാറുമ്പം അധ്യാപകരും കൂടെ ഇത് ഉൾക്കൊണ്ടും മനസ്സിലാക്കിയും വേണ്ട ഈ കുട്ടികൾക്ക് പഠന പിന്തുണ നൽകുക. അതിനെന്തെങ്കിലും നടപടി SCERT സ്വീകരിക്കുമോ? നമ്മൾ ഈ മൊത്തം സ്കോളർഷിപ്പ് പരീക്ഷകളെ പൊതുസമൂഹം ഇപ്പോൾ സ്കൂളുകളെ വിലയിരുത്താനുള്ള ഒരു മാനദണ്ഡമായി കരുതുകയാണ്. അതുകൊണ്ട് തന്നെ സ്കൂളുകൾ തമ്മിലൊരു മത്സരമുണ്ട്, കൂടുതൽ സ്കോളർഷിപ്പ് കിട്ടുക എന്ന നിലയിൽ. അതിനുവേണ്ടി സ്കൂളുകൾ പരിശീലനം കൊടുക്കുന്നുണ്ട്. അത് തെറ്റാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു സ്കൂളിൽ LSS പരീക്ഷ എഴുതാൻ അർഹത നേടുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങൾക്കും A ഗ്രേഡുള്ള കുട്ടിയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് A ഗ്രേഡ് കുറവാണെങ്കിൽ കലാകായിക പ്രവൃത്തി പരിചയത്തിലെ അവൻ്റെ നേട്ടത്തെ പരിഗണിച്ചുകൊണ്ട്, അത് ടേം പരീക്ഷയുടെ മാത്രമല്ല നിരന്തര വിലയിരുത്തലിൻ്റെ ഗ്രേഡും കൂടി പരിഗണിച്ചാണ്. യഥാർത്ഥത്തിൽ ഒരു സ്കൂൾ ലക്ഷ്യമിടേണ്ടത് തങ്ങളുടെ ക്ലാസ് മുറിയിലെത്തിയ മുഴുവൻ കുട്ടികളെയും ഈ പരീക്ഷയ്ക്ക് എഴുതാനുള്ള യോഗ്യത നേടുക എന്നുള്ളതാണ്. അതാണ് സ്കൂളിൻ്റെ ലക്ഷ്യമാകേണ്ടത്. എന്നുവെച്ചാൽ നമ്മുടെ ക്ലാസ് മുറിയിലെ എല്ലാ കുട്ടികളും A ഗ്രേഡ് നേടുന്നു, എല്ലാ കുട്ടികളും സ്കോളർഷിപ്പ് പരീക്ഷ എഴുതുന്നു എന്ന നിലയിൽ സ്കൂളുകൾ ആലോചിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പഠന പ്രക്രിയയിൽ ആകെ മാറ്റം വരികയുള്ളൂ. ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചോദ്യത്തിൻ്റെ പാറ്റേൺ, വ്യത്യസ്തമായ പാറ്റേൺ എല്ലാവരും ചെയ്യുമെന്നല്ല, ഈ കുട്ടികളെ മാത്രം മാറ്റിയിരുത്തി പഠിപ്പിക്കുമ്പോൾ
ഈ കുട്ടികൾക്ക് മാത്രമേ ഇതിൻ്റെ ഒരു പ്രയോജനം കിട്ടുകയുള്ളൂ. മറിച്ച് തിരിച്ചാണെങ്കിൽ ക്ലാസ് മുറിയിലെ പ്രവർത്തനങ്ങളൊപ്പം തന്നെ ഇത്തരം ചോദ്യത്തിൻ്റെ പാറ്റേൺ ഇപ്പോൾ മാതൃക നമ്മൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രയോഗമാണെങ്കിൽ പട പേടിച്ച് പന്തളത്ത് പോയി എന്നൊരു പ്രയോഗം LP ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. പട പേടിച്ച് പന്തളത്ത് പോയെന്ന പ്രയോഗത്തിൻ്റെ ഒരു സന്ദർഭം ടീച്ചർ പറയുന്നു. കാട്ടിൽ ഒരു സംഭവം ഉണ്ടാകുന്നു. ഒരിടത്ത് ചെന്നപ്പോൾ അവരെ സിംഹം ഓടിച്ചു, വേറൊരിടത്ത് ചെന്നപ്പോൾ ആന ഓടിച്ചു എന്നാണ് സന്ദർഭം നമ്മൾ വിചാരിച്ചാൽ കുട്ടിയോട് ചോദിക്കുന്നത് ചുവടെ പറയുന്ന ശൈലികളിൽ ഏതാണ് മുകളിലത്തെ സന്ദർഭത്തിന് അനുയോജ്യമായത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു 4 സന്ദർഭം കൊടുത്തിട്ട് ഈ പട പേടിച്ച് പന്തളത്ത് പോരെന്നുള്ളൂ. അപ്പോൾ കുട്ടിക്ക് കുറച്ചുകൂടി ഒരു ഉയർന്ന ചിന്ത വേണം. ഇത് LSS പരീക്ഷ എഴുതുന്ന കുട്ടിക്ക് മാത്രം കിട്ടേണ്ട കാര്യമല്ല. ഇത് ക്ലാസ് മുറിയിലെ എല്ലാ കുട്ടികൾക്കും, അത് LSS ആയാലും USS ആയാലും ഈ പരീക്ഷാ രീതിയുടെ വൈവിധ്യം ക്ലാസ് മുറിയിൽ വന്നു കഴിഞ്ഞു. പക്ഷേ LSSന് കൂടുതൽ ചോദ്യം ഈ രീതിയിലായതുകൊണ്ട് കൂടുതൽ പരിശീലനം കൊടുക്കും. ക്ലാസ് മുറിയിലാണ് LSSൻ്റെയും ഈ CM കിഡ്സ് സ്കോളർഷിപ്പുകളുടെ പരിശീലനം നടക്കേണ്ടത് അതാത് ക്ലാസ് മുറികളിൽ. അല്ലാതെ ഈ കുട്ടികൾക്ക് മാത്രം പ്രത്യേകമായി പരിശീലനം കൊടുക്കുക എന്നുള്ള കാഴ്ചപ്പാട് ശരിയല്ല. അങ്ങനെ ഉണ്ടായിരിക്കാം, പക്ഷേ അതല്ല ശരിയായ നിലപാട്. സാറ് പറഞ്ഞത് ഒരു സ്കൂളിലെ LPയിലാണെങ്കിൽ അല്ലെങ്കിൽ UPയിലാണെങ്കിലും മുഴുവൻ കുട്ടികളെയും ഇതിന് പ്രാപ്തമാക്കുക എന്നുള്ളതാണ്. ഇപ്പം നിലവിൽ ഒരു മാനദണ്ഡമുണ്ട്. സാർ തന്നെ നേരത്തെ പറഞ്ഞ് എല്ലാ വിഷയങ്ങളും A ഗ്രേഡ് അല്ലെങ്കിൽ മറ്റ് മേഖലയിൽ കിട്ടി, അതായത് കുട്ടികളെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഗ്രേഡ് ഉണ്ട്. ഇപ്പോൾ അധ്യാപകർക്ക് മുമ്പിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. പക്ഷേ ഒരു സ്കൂളിലിപ്പം ഞാൻ മനസ്സിലാക്കി ഇവിടെ തലസ്ഥാനത്തിനുള്ള പ്രമുഖ പല സർക്കാർ സ്കൂളുകളിലും ഒരു കുട്ടിയുടെ UP ആണെങ്കിൽ UPയിലെ കുട്ടികളുടെ 10% കുട്ടികളോ ഈ LSS ഈ USS ഈ പറയുന്ന പഴയ USS ആയാലും ഇപ്പോഴത്തെ CM ഇനി വരാൻ പോകുന്ന CM കിഡ്സ് സ്കോളർഷിപ്പിലേക്കായാലും വരുന്നുള്ളൂ. ബാക്കി കുട്ടികൾക്ക് ഈ ഒരു ഇതിലേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഈ പറയുന്ന ഈ സ്കോളർഷിപ്പ് പരീക്ഷ എന്നതിനെ മാറ്റി നിർത്തി ഈ ഒരു അക്കാദമിക് മികവിലേക്ക് നമ്മുടെ മുഴുവൻ കുട്ടികളും കൊണ്ടുവരാൻ ആവശ്യമായ ഒരു പഠന പ്രവർത്തനമല്ലേ ശരിക്കും സ്കൂളുകളിൽ നടക്കേണ്ടത്? നമ്മളിപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾക്ക് പഠന പിന്തുണ കൊടുക്കണമെന്നാണ്. നമ്മളതിനെയൊക്കെ കുട്ടിയെ തോൽപ്പിക്കാൻ പോവുകയാണെന്നുള്ള ചർച്ചയൊക്കെയാണ് പുറത്തുവരുന്നത്. യഥാർത്ഥത്തിൽ ഓരോ ടേം പരീക്ഷ കഴിയുമ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് വളരെ കൃത്യമായി പറയുന്നുണ്ട് ഏതൊക്കെ കുട്ടികൾക്കാണ് ഈ പറഞ്ഞ ശേഷികൾ കൈവരിക്കാൻ കഴിയാതെ പോയത്. ആ കുട്ടികൾക്കായി പ്രത്യേക പരിശീലനം കൊടുക്കണമെന്നും അവരെ ആ കഴിവിലെത്തിക്കാനുള്ളൊരു ശ്രമം നടക്കണം. നല്ല നിലയിൽ ഇത് സ്കൂളുകൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പോൾ സെക്കൻഡ് ടേമിൻ്റെ മൂല്യനിർണ്ണയം കഴിഞ്ഞു. ഈ മൂല്യനിർണ്ണയ ഫലങ്ങൾ വന്നാലുടൻ തന്നെ ക്ലാസ് PTA വിളിച്ചു ചേർക്കും. ആ ക്ലാസ് PTA വിളിച്ചു ചേർത്തിട്ട് ഏതൊക്കെ കുട്ടികളാണോ പിന്നോക്കം പോയത് അവർക്ക് ആവശ്യമായ പിന്തുണാ മെറ്റീരിയൽ അടക്കം തയ്യാറാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷയും വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട്. അത് എല്ലാ തവണയും സർക്കാർ പറയണമെന്ന് ഒരു സ്കൂളിൽ ഒരു ക്ലാസ് ടീച്ചറാണ് തീരുമാനിക്കേണ്ടത്. എൻ്റെ ക്ലാസ്സിൽ ഇന്ന കുട്ടികൾക്ക് ഇന്ന കഴിവുകളില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇവരെ പിന്തുണയ്ക്കേണ്ടതുണ്ട് എന്നുള്ളത് ടീച്ചറിൻ്റെ ഒരു ജോലിയാണ്. സ്കോളർഷിപ്പ് പരീക്ഷ പോലും നമ്മൾ അങ്ങനെയാണ് കാണേണ്ടത്. തൻ്റെ ക്ലാസ് മുറിയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും കുട്ടികളുടെ മുഴുവൻ പേരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുക. ചിലപ്പോൾ എല്ലാവരും യോഗ്യത നേടുകയില്ല, പക്ഷേ ടീച്ചറിൻ്റെ ലക്ഷ്യം LSSൻ്റെ എണ്ണം കൂട്ടുക എന്നാകരുത്. ടീച്ചറിൻ്റെ എല്ലാ അധ്യാപകരുടെയും ലക്ഷ്യം കൂടുതൽ കുട്ടികളെ ഈ പരീക്ഷയ്ക്ക് യോഗ്യരാക്കുക എന്നുള്ളതാണ്. അതിൽ അർഹരായ കുട്ടികൾ പരീക്ഷ എഴുതി വിജയിക്കട്ടെ. ഇപ്പം നമ്മുടെ സ്കൂളുകളിൽ ഇപ്പം UPയിലും മുതൽ ഹൈസ്കൂൾ വരെ റോബോട്ടിക് പഠനവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ വർഷം മുതൽ പാഠ്യപദ്ധതിയിൽ അത് നടപ്പാക്കി തുടങ്ങി. അതുപോലെ ആർട്ട് എഡ്യൂക്കേഷൻ, കായിക വിദ്യാഭ്യാസം, ഈ തൊഴിൽ ഉദ്ഗ്രഥിത വിദ്യാഭ്യാസം എല്ലാം ഉണ്ട്. അതിൻ്റെ ഇത് താഴെ തട്ടുന്നതിനെ തുടങ്ങുന്നുണ്ട് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ. അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു രീതിയിലേക്കായിരിക്കും നമ്മുടെ ചോദ്യപേപ്പർ പോകുക. ഈ പ്രാവശ്യത്തെ സ്കോളർഷിപ്പ് നമ്മൾ പരീക്ഷയ്ക്കുള്ള നിർദ്ദേശങ്ങളിൽ വളരെ കൃത്യമായി LP ക്ലാസ്സുകളിൽ അവർക്ക് ഉപയോഗിക്കുന്ന ICT സഹായ പുസ്തകവും കലാവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പൊതുപുസ്തകങ്ങളാണുള്ളത്. അതുപോലെ തന്നെ പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മുൻപ് ഉണ്ടായിരുന്നു. ഈ വർഷവും പൊതുവിജ്ഞാനമുണ്ട്. ആ പൊതുവിജ്ഞാനം തന്നെ മുമ്പ് വളരെ വിപുലമായ തോതിലാണ് കുട്ടികൾ ആ പരീക്ഷ എഴുതുന്നതെങ്കിൽ ഈ വർഷം വ്യത്യസ്തമായിട്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള തീമിൽ അവർക്ക് പക്ഷികളെക്കുറിച്ച് പഠിക്കാനുണ്ട്, കേരളത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്, സ്വാതന്ത്ര്യം. ഈ പ്രാവശ്യം ആ 3 തീമിൽ നിന്നുള്ള പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ് LP വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ സിലബസിൻ്റെ ആ കാര്യങ്ങൾ മാത്രം കുട്ടികൾ സൂക്ഷ്മമായി പഠിച്ചാൽ മതി എന്നുള്ളൊരു പ്രയോജനം ഉണ്ട്. അപ്പർ പ്രൈമറിയിലും നമ്മൾ ഈ വിദ്യ എന്നാണ് അപ്പർ പ്രൈമറിയിൽ ICT പാഠപുസ്തകത്തിനുണ്ട്. ഈ വിദ്യയും കലാവിദ്യാഭ്യാസം, തൊഴിൽ വിദ്യാഭ്യാസം, അതോടൊപ്പം തന്നെ കായിക വിദ്യാഭ്യാസത്തിനും പ്രത്യേക പുസ്തകങ്ങളുണ്ട്. അപ്പോൾ നിശ്ചയ ശതമാനം ചോദ്യങ്ങൾ അതിൽ നിന്ന് ഉണ്ട്. അത് കുട്ടികളോട് കൃത്യമായി നമ്മൾ ഈ പരീക്ഷ സംബന്ധിച്ച നിർദ്ദേശങ്ങളിൽ ഈ പാഠപുസ്തകങ്ങൾ കൂടി അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. LPയിലും UPയിലും ഈ കാര്യങ്ങൾ കൂടി ചോദ്യങ്ങൾ നിർമ്മിക്കുന്നവർ പരിഗണിക്കണമെന്നാണ് പരീക്ഷാഭവൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിലിപ്പം നമ്മുടെ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിമർശനം, അത് നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാവുന്ന ഒരു വിമർശനം എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഭാഷാ പഠനത്തിൽ കുട്ടികൾ പിറകിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പം മുമ്പുണ്ടായിരുന്ന ഒരു സമീപനം അല്ല
ഇപ്പം സ്വീകരിക്കുന്നത്. മുമ്പ് അക്ഷരത്തിൽ നിന്ന് ആശയത്തിലേക്കും ഇപ്പം തിരിച്ച് ആശയത്തിൽ നിന്ന് അക്ഷരത്തിലേക്ക് എന്നാണ്. പക്ഷേ ഈ ഭാഷാ പഠനത്തിന് എന്തെങ്കിലും ഊന്നൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും നമ്മുടെ ഈ പുതിയ ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഉണ്ടാവുമോ? സ്കോളർഷിപ്പ് പരീക്ഷ ഭാഷയുടെ വ്യത്യസ്തമായ ഘടകങ്ങളെ പരിഗണിച്ചുകൊണ്ട്, ഒന്ന് കുട്ടിക്ക് വായിക്കാനുള്ള വായിച്ച ആശയം ഗ്രഹിക്കാനുള്ള കഴിവിന്, അതായത് ഒരു കൃത്യമായൊരു പാസേജ് നൽകിയിട്ട് ആ പാസേജിൽ നിന്ന് നമ്മളൊക്കെ പഠിക്കുമ്പോൾ പലപ്പോഴും പാസേജിൽ നിന്ന് തന്നെ ഉത്തരവെടുത്ത് എഴുതാം. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ കാണും. ബാക്കി ചോദ്യങ്ങളൊക്കെ പാസേജിനെ സൂക്ഷ്മമായി വായിക്കുകയും സ്വയം അപഗ്രഥിക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് മാത്രമേ ഉത്തരവെഴുതാൻ കഴിയുള്ളൂ. അത്തരം ഒരു ഉയർന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അവസാനമായിട്ട് ഇപ്പം CM കിഡ്സ് LP ആവട്ടെ UP, ഇത് രണ്ടും ഇപ്പം ഫെബ്രുവരി മാസം 26 വരും. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ സമയത്ത് തന്നെ ഈ അവധിക്കാലത്ത് തന്നെ കുട്ടികൾ ഇതിനുള്ള ഒരുക്കം തുടങ്ങിയിട്ടുണ്ട്. അപ്പം അധ്യാപകർ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, കുട്ടികൾ ശ്രദ്ധിക്കേണ്ട എന്താ, രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് കൃത്യമായി ഒന്ന് വേർതിരിച്ച് പറയാം. കുട്ടികൾക്ക് പ്രയാസം അനുഭവപ്പെടാനിടയുള്ളൊരു സാഹചര്യം എന്താണെന്നാണ് അധ്യാപകരും രക്ഷകർത്താക്കളും പരിശോധിക്കേണ്ടത്. അത് ചോദ്യത്തിൻ്റെ രീതിയിൽ വന്ന മാറ്റമാണ്. ഓർമ്മ പരിശോധനയിലല്ല ചോദ്യങ്ങൾ, കുട്ടികളെ കുറേ കാര്യങ്ങൾ കാണാപ്പാഠം പഠിപ്പിക്കുന്നതിലല്ല കാര്യങ്ങൾ, മറിച്ച് അറിവിനെ പ്രയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കണ്ടൻറ്റ്, ഒരു ആശയം കൊടുത്തിട്ട് അതിലൊരു വിശകലനാത്മകമായ ചിന്ത നടത്താൻ കഴിയുന്ന വിധത്തിലുള്ള കുറച്ചുകൂടെ ക്രിയേറ്റീവായി ചിന്തിക്കാൻ കഴിയുന്നുള്ള ചോദ്യങ്ങൾ കുട്ടികളെ പരിചയപ്പെടുക. അപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയിൽ തന്നെ വ്യത്യസ്ത മാതൃകകളുണ്ട്. ആ മാതൃകകൾ പരിചയപ്പെടുത്തണം. നമ്മളിപ്പോൾ ഒരു വാക്ക് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് കുട്ടിയെ ഇപ്പോൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ കഴിഞ്ഞ പരീക്ഷകളിൽ ഒരു പ്രസ്താവന കൊടുക്കുകയും അതിൻ്റെ കാരണം പറയുകയും ചെയ്യും. ആ പ്രസ്താവനയും കാരണവും ശരിയാണോ, പ്രസ്താവന കാരണത്തിൻ്റെ ശരിയായ വിശദീകരണമാണോ, ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ ചോദ്യങ്ങൾ ചോദിക്കും. അതേപോലെ തന്നെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 4 പ്രസ്താവനകൾ കൊടുത്തിട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്, അത്തരം ചോദ്യങ്ങളുണ്ടാകും. ചേരുംപടി ചേർക്കുക എന്ന് പറയുന്ന ചോദ്യങ്ങൾ, അത്തരം ചോദ്യങ്ങളുണ്ടാകും. വർഷങ്ങൾ കൊടുത്തിട്ട് സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന സംഭവങ്ങൾ കൊടുത്ത് അതിൻ്റെ ഈ വർഷങ്ങളുടെ ക്രമത്തിനനുസരിച്ച് മാറ്റാനുള്ള ചോദ്യങ്ങളുണ്ടാകും. അപ്പം ഇത്തരം ചോദ്യങ്ങളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് പ്രത്യേകമായി പരിചയപ്പെടുത്തണമെന്നില്ല. നാളെ ജനുവരി 31 വരെയുള്ള പാഠഭാഗങ്ങളാണ് ഈ 2 സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനിയും നടക്കുന്ന ക്ലാസ് മുറിയിലെ പ്രവർത്തനത്തിലായാലും ക്ലാസ് മുറിയിലെ പാഠവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ നിർമ്മിച്ച് ക്ലാസ് മുറിയിൽ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അധ്യാപകർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. രക്ഷകർത്താക്കൾ ചെയ്യേണ്ട കാര്യം ഈ ചോദ്യ മാതൃക പരിചയപ്പെടുത്താനും, ഒന്ന് ഈ പരീക്ഷയിൽ അപ്പർ പ്രൈമറിയിലെ സ്കോളർഷിപ്പ് പരീക്ഷ എഴുതുന്ന കുട്ടികൾ, CM കിഡ്സ് എഴുതുന്ന കുട്ടികൾക്ക് ഈ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മാർക്ക് ചെയ്ത് പരീക്ഷ എഴുതുന്ന OMR ഷീറ്റിലെ പരീക്ഷ വരുന്നത്. അപ്പോൾ അത് പരിശീലിപ്പിക്കുക എന്നുള്ള പലപ്പോഴും കഴിഞ്ഞ വർഷമൊക്കെ കുട്ടികൾക്കുണ്ടാകുന്നൊരു പോരായ്മ, ഈ OMR ഷീറ്റിൽ രജിസ്റ്റർ നമ്പർ അടക്കം തെറ്റും. കുട്ടികൾക്ക് മാർക്ക് 72 സ്കോളർഷിപ്പിന് മുകളിലുണ്ട്. പക്ഷെ അത് ഈ കമ്പ്യൂട്ടർ അനുസരിച്ചുള്ള വിലയിരുത്തലായതുകൊണ്ട് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കരഞ്ഞു വന്ന കുട്ടികളെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അത് കൃത്യമായി പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. OMR ഷീറ്റ് എങ്ങനെ രേഖപ്പെടുത്തണമെന്ന് കുട്ടികളെ, LPയിലാണെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് നേരെ ഒരു ചെറിയ ബോക്സാണ് വരുന്നത് എന്നാണ് നിർദ്ദേശം. അത് ശരിയായ ഉത്തരത്തിന് നേരെ ടിക്ക് ചെയ്യുക എന്നുള്ള ജോലിയുള്ളൂ. ഇത് പരിശീലിപ്പിക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ഇത്തരം ഒരു അനുഭവം ക്ലാസ് മുറിയിൽ കിട്ടാത്തതുകൊണ്ട് ആ അനുഭവം ക്ലാസ് മുറിയിൽ ഒരുക്കുന്നതിനൊപ്പം വീട്ടിലും ലഭ്യമാക്കുക എന്നുള്ളത് രക്ഷകർത്താക്കൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. കൂടുതൽ കാര്യങ്ങൾ കാണാതെ പഠിപ്പിക്കുകയല്ല വേണ്ടത്. പഠിക്കുന്ന കാര്യങ്ങൾ ഒരു ചോദ്യം കിട്ടിയാൽ അതിനെ എങ്ങനെയാണ് പരിശോധിക്കേണ്ടത്, അതിന് എത്ര സമയം എടുക്കണം, അത് വായിക്കണം, അതെങ്ങനെയാണ് ഉത്തരത്തിലേക്ക് പോകുന്നത്, ഈ വഴികൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന ജോലിയാണ് അധ്യാപകർ ഏറ്റെടുക്കേണ്ടത്. അത് അധ്യാപക സമൂഹം ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ചോദ്യത്തിലെ മാറ്റമൊക്കെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തായാലും പരീക്ഷയിൽ വന്ന മാറ്റം ഒരുപക്ഷെ ഈ പരീക്ഷ കുട്ടികൾക്ക് അല്പം പ്രയാസമായ ആദ്യഘട്ടത്തിൽ തോന്നുമെങ്കിലും ഭാവിയിൽ അവർക്ക് ഇത്തരം ഏത് മത്സര പരീക്ഷകളെയും നേരിടാൻ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ സജ്ജമാക്കുന്നതിനുള്ള ആവേശകരമായ ചുവടുവയ്പ്പാണ് ഈ CM കിഡ്സ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ വന്ന മാറ്റം. ഓക്കെ സാർ, താങ്ക് യു.